ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു ഷഹനാജുവേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ ഒരു വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾ അവധിയാണല്ലോ. അപ്പോൾ പോയത് എന്താണെന്ന് വെച്ചാൽ താത്താൻ്റെ വയറുകാണൽ ചടങ്ങിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ചടങ്ങ് എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമല്ല, ഞങ്ങൾ വീട്ടുകാർ മാത്രമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വീട്ടുകാർ ഞാൻ, ഉമ്മ, ഉപ്പ, പിന്നെ മക്കൾ, പിന്നെ എനിക്ക് 2 നാത്തൂന്മാരാണല്ലോ. അതിൽ വലിയ താത്തയും കൂടെ പോരുന്നുണ്ട്. അപ്പോൾ ഓല് വണ്ടൂരുണ്ടാവുന്ന കാരണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവരെയും കയറ്റി അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ രാവിലെ 11:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആദ്യം രാവിലെ 10 മണിക്കൊക്കെ ചെല്ലാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നെ താത്ത വിളിച്ചുകൊണ്ട് ഉച്ചകത്തേക്ക് വരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ സജു നേരം വൈകി എണീക്കുകയുള്ളൂ. അപ്പോൾ അവരൊക്കെ എണീറ്റ് ആകുമ്പോഴേക്കും നേരം കുറേ ആവും. പിന്നെ വീട്ടിലെ അടിച്ചു വാരലും തുടക്കലും എല്ലാ പണികളൊക്കെ കഴിയുമ്പോഴേക്കും നേരം 11:30 ആയിട്ടോ. അങ്ങനെ താ ഞങ്ങൾ വണ്ടൂരെത്തിയിട്ടോ. അപ്പോൾ താത്തയൊക്കെ ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അളിയാങ്ക പോരുന്നില്ല കേട്ടോ. അളിയാങ്കക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് താത്തയും മോളും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ പോരുന്നത്. പിന്നെ ഒരു ബേക്കറിയിൽ കയറി കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ ആദ്യം കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയിന് കേട്ടോ. പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് ഒക്കെ ബേക്കറിയിൽ നിന്ന് തന്നെ വാങ്ങി. അപ്പോൾ അവരൊരു കവറിലായിരുന്നു കേട്ടോ തന്നത്. അപ്പോൾ ഉപ്പ് ഒരു പെട്ടി വാങ്ങിയിട്ട് ഒക്കെ അതിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എടുക്കാൻ സുഖമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്ന്. അപ്പോൾ ഇതാ താത്താൻ്റെ വീട് എത്താനായി. അപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ വീട് നിൽക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ അവിടെ നിൽക്കാനും. പിന്നെ കാണാനും നല്ല ഭംഗിയാണല്ലോ, ഇതുപോലെ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടോ താത്താൻ്റെ. അപ്പോൾ ഇതാണ് താത്താൻ്റെ വീട്. അപ്പോൾ ഈ വീട് ഞാൻ മുമ്പ് ഒരു പെരുന്നാൾ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചായയും പലഹാരങ്ങളും ഉണ്ട് കേട്ടോ. താത്തത് അവിടെ ഞങ്ങൾക്ക് വേണ്ടി മന്തിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദമ്മിടാനായിരുന്നു കേട്ടോ ഞങ്ങളെത്തിയപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അത് ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ചിക്കന് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ റെഡിയായി. ഞങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോവാമെന്നൊക്കെ കരുതിയിട്ടോ. ഉപ്പാക്ക് കോഴി ഫാമുള്ളത് കൊണ്ട് കോഴികൾക്കും അവിടെ വെള്ളം അടിച്ചു കൊടുക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉപ്പാക്ക് വേണ്ടിയാണ് കേട്ടോ. ഉപ്പ ചിക്കനും ബീഫൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ ഉപ്പാക്ക് വേണ്ടി വേറെ മുട്ട വെച്ചിട്ടാണ് കേട്ടോ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ട് ആദ്യം മക്കൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അവരൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചത്. അപ്പോൾ ഈ ഒരു മന്തി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെന്ത് പരിപാടി ഉണ്ടാവുകയാണെങ്കിലും താത്ത തന്നെയാണ് കേട്ടോ മന്തിയൊക്കെ ഉണ്ടാക്കാറ്.
ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് മക്കളൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് മക്കളോടൊക്കെ യാത്ര പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടമായി. കാരണം അവരുടെ കുറച്ച് നേരമാണല്ലോ ഞങ്ങൾ അവിടെ നിന്നത്. അവർക്കൊക്കെ കളിക്കാനും ഇതിനൊക്കെ അവരുടെ പ്രായക്കാരെ കിട്ടിയതായിരുന്നല്ലോ. ഇനി സ്കൂളിലാത്ത അന്നൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇനി താത്താനെ അവിടെ വീട്ടിൽ കൊണ്ടുപോയാക്കണം കേട്ടോ, താത്താൻ്റെ വീട്ടിൽ. അപ്പോൾ അവരെ അവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്ന് താത്താൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ തണ്ണിമത്തൻ കണ്ടപ്പോൾ നീക്ക് അത് കിട്ടുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഒരു തണ്ണിമത്തൻ വാങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അങ്ങനെ അതാ ഞങ്ങൾ ഇവിടെ താത്താൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇനി ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീടൊക്കെ ഞാൻ മുമ്പ് കാണിച്ചതാണ് കേട്ടോ, പെരുന്നാൾ വ്ളോഗിൽ മറ്റേ വീട് കാണിച്ചപ്പോൾ തന്നെ. പിന്നെ അത് ആ താത്ത തണ്ണിമത്തനൊക്കെ മുറിച്ചിട്ട് അതുകൊണ്ട് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ ചായ ഒന്നും ആർക്കും വേണ്ടി വരില്ലല്ലോ, നല്ല ചൂടല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ വെള്ളം മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ജ്യൂസ് തന്നെ ആക്കാമെന്ന് കരുതി അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെ താത്താൻ്റെ ചെടികളാണ് കേട്ടോ. ഇതൊക്കെ അവർ മൈസൂർ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങി കൊടുന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലോ അതൊക്കെ പൂത്ത് നിൽക്കണ കാണാൻ. അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ആയില്ലേ, അപ്പോൾ കുറേ ചെടികളൊക്കെ പോയിട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ മടങ്ങി കേട്ടോ. പിന്നെ പോരുന്ന സമയത്ത് താത്ത കുറച്ച് ഓർക്കാപ്പുളി ഉപ്പിലിട്ടത് തന്നിരുന്നു കേട്ടോ.
അപ്പോൾ വണ്ടിയിലിരുന്ന് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിയമോളും സജും. ഉപ്പിലിട്ട ഓർക്കാപ്പുളി കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്ക് പോയ ആ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.